നമസ്കാരം. എൻ്റെ പേര് ഷിബു എന്നാണ്. എൻ്റെ ബേസിക്കലി എൻ്റെ സ്ഥലം കൊല്ലമാണ്. ഞങ്ങളിവിടെ വന്നിട്ട് ഒരു 15 വർഷത്തോളമായി. എൻ്റെ വൈഫ് ഇവിടെ ചെറുകുത്തി ഹൈസ്കൂളിലെ ടീച്ചറാണ്. ഞാൻ നേരത്തെ ഒരു ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബാങ്കിൽ നിന്ന് റിസൈൻ ചെയ്തതിന് ശേഷം വെറുതെ ഇരിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊരു അസുഖമായിട്ട് ബന്ധപ്പെട്ടാണ് റിസൈൻ ചെയ്യേണ്ടി വന്നത്. അതിനുശേഷം നമുക്ക് മനസ്സിൽ വന്നൊരു ഐഡിയ ആണ് ഇതൊരു നെറ്റിപ്പട്ട നിർമ്മാണം. അപ്പോൾ നേരത്തെ പോലെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നതാണ്. പണ്ട് കുറച്ച് കാലം ഗുരുവായൂരുണ്ടായിരുന്നു. ആ ഗുരുവായൂരുണ്ടായിരുന്നപ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഒരു ക്രൈസ് വന്നത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പഠിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഇത് പഠിക്കണം എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടി. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ സമയത്ത് പിന്നെ യൂട്യൂബിനകത്ത് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാനിത് പഠിക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും തിരക്കി. അപ്പോൾ ഒരു ദിവസത്തെ ക്ലാസ് ഒരു 1 day വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അത് പോയിട്ടാണ് നമുക്ക് പഠിക്കാൻ പറ്റിയത്. ഒരു 25 പെണ്ണുങ്ങളെ കൂടെ ഒരാളായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം അവർ പെണ്ണുങ്ങളെ മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പോയിരുന്ന് പഠിച്ചിട്ട് ആ ക്രൈസ് കൊണ്ട് പഠിച്ചതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് ചെറുതായിട്ടുണ്ടാക്കി പല കൂട്ടുകാർക്കും ഫ്രണ്ട്സിനൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് അത് കൊള്ളാമെന്ന് തോന്നിയപ്പോഴത്തേക്ക് പിന്നെ ചെറിയ കട തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 8 വർഷം കഴിഞ്ഞു കട തുടങ്ങിയതിന് ശേഷം. എൻ്റെ കട ചെറുതുരുത്തിയിലാണ്. ചെറുതുരുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാമണ്ഡലത്തിൻ്റെ അടുത്താണ്. കലാമണ്ഡലത്തിൻ്റെ അടുത്ത് അതുപോലെ തന്നെ പഞ്ചകർമ്മ എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ആയുർവേദ റിസർച്ച് സെൻ്ററുണ്ട്. അതിനടുത്താണ്. ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 8 വർഷം കഴിഞ്ഞു. പക്ഷേ ഇവിടെ പിന്നെ തുടങ്ങിയതിന് ശേഷം നല്ല രീതിയിലാണ് നമുക്ക് നല്ല മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. നല്ല മൂവ്മെൻറ്റ് ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു പ്രത്യേകമായിട്ട് ഒരു ഇത് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിംഗപ്പൂരിൽ നിന്ന് നമുക്ക് നല്ലൊരു ഓർഡർ സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു തമിഴ്നാട്ടിലുള്ള ഒരാൾ സിംഗപ്പൂരിലേക്ക് ബൾക്കായിട്ട് കൊണ്ടുപോയി. അത് കണ്ടിന്യൂസ് ആയിട്ട് കുറേ ഓർഡർ കിട്ടുകയും ചെയ്തു. സിംഗപ്പൂരിൽ മലേഷ്യയിലും കുറേ പിന്നെ ഹോട്ടലുകളിൽ നമുക്കുള്ള പ്രോഡക്റ്റ് ഉണ്ട്. അത് നമുക്കൊരു വലിയൊരു ഗുണമായിട്ട് കിട്ടി. അതിനുശേഷം കൂടുതലായിട്ട് നമ്മൾ പോപ്പുലാരിറ്റി ഉണ്ടായതും നമ്മളെ കുറേ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത്. ആൾ ഓവർ വേൾഡിൽ എല്ലാ സ്ഥലങ്ങളിലും നമ്മളെ പ്രോഡക്റ്റ് ഉണ്ട്. അമേരിക്കയിലുണ്ട്, ഇംഗ്ലണ്ടിലുണ്ട്, ദുബായിൽ, അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ, അതുപോലെ ഇൻഫോസിസിൻ്റെ ദുബായ് ഓഫീസിൽ നമ്മുടെ 9 അടിയുള്ള ഒരു നെറ്റിപ്പട്ടം കിടപ്പുണ്ട്. അതുപോലെ തന്നെ UAE കൗൺസിലേറ്റ് ഓഫീസിൽ അവിടുത്തെ UAEയുടെ പിന്നെ ഫ്ലാഗിൻ്റെ ഉൾപ്പെടെ ഫ്ലാഗിൻ്റെ അത് ചേർത്തിട്ട് നമ്മുടെ നെറ്റിപ്പട്ടം കിടപ്പുണ്ട്. 3 എണ്ണം നെറ്റിപ്പട്ടം കിടപ്പുണ്ട്. അതുപോലെ പല വലിയ ആൾക്കാർക്ക് നമ്മൾ ഇവിടുന്ന് നെറ്റിപ്പട്ടം ഗിഫ്റ്റായിട്ട് കൊടുക്കാനും പറ്റിയിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക്, അതുപോലെ തന്നെ പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന മിനിസ്റ്റർ ചന്ദ്രശേഖരന്, അതുപോലെ നമ്മളെ ക്യാൻസറിൻ്റെ ഡോക്ടർ ഗംഗാരൻ ഡോക്ടർക്ക്, അതുപോലെ പല വലിയ ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇവിടുന്ന് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമ്മൾ സാധനം കൊണ്ടുപോയിട്ട് ആളോർ വേൾഡിൽ എല്ലാ സ്ഥലത്തേക്കും പോയിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനുകളിൽ പോലീസുകാർ, കൊല്ലത്തു നിന്നുള്ള പോലീസുകാർ, ട്രിവാൻഡ്രത്തു നിന്നുള്ള പോലീസുകാർ, അപ്പോൾ ഇതെല്ലാം ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ ആ ബന്ധം ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ പിന്നെ പല ഉത്സവങ്ങളിലേക്കും, അതുപോലെ സ്റ്റേജ് ഡെക്കറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സാധാരണ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്നതിന് കുറച്ച് എന്തെങ്കിലും ഒരു പുതുമ കൊണ്ടുവരണമെന്ന് വിചാരിച്ചിട്ട് ഇതിനകത്ത് പിന്നെ കല്യാണങ്ങൾക്ക് അവർക്കുള്ള ഫോട്ടോ ആഡ് ചെയ്തിട്ട്, ബർത്ത്ഡേക്ക് അവരുടെ ഫോട്ടോ ആഡ് ചെയ്തിട്ട്, അതുപോലെ ഇവിടെ ചെറുകുത്തി ഹൈസ്കൂളിലെ ടീച്ചർ അവിടുത്തെ ഒരു പിന്നെ റിട്ടയർമെൻറ്റ് ടൈമിൽ 5 ടീച്ചർമാർക്ക് അവർക്കുള്ള ഫോട്ടോ വെച്ചിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി. അങ്ങനെ ഒരു ഇന്നോവേറ്റുള്ള പുതിയ ഐഡിയ ഇതാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് സിൽവർ നെറ്റിപ്പട്ടം ഉണ്ടാക്കിയത് ഞാനാണ്. സിൽവർ നെറ്റിപ്പട്ടം സാധാരണ ഗോൾഡ് മാത്രമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. സിൽവർ നെറ്റിപ്പട്ടത്തിനകത്ത് മയിൽപ്പീൽ വെച്ചിട്ട് ഒരു പുതിയ വെറൈറ്റി നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഈ മയിൽപ്പീൽ വെച്ചിട്ടുള്ള വേറെ ഒരുപാട് സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ പിന്നെ ദൈവത്തിൻ്റെ പടം വെച്ചിട്ട് അത് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള സാധനങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരുപാട് രീതി ചെയ്തിട്ടുണ്ട്. ഇതിലെല്ലാം പുറമെ നമുക്ക് എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഏതാണ്ട് 30ഓളം കുട്ടികൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ആളവർ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ട് ആൾക്കാർ പഠിച്ചിട്ടുണ്ട്. പഠിച്ചവരെല്ലാം ഇന്ന് ഇവിടുന്ന് പഠിച്ചതിന് ശേഷം ഇവിടെ തന്നെ മെറ്റീരിയൽസ് എടുത്തിട്ട് അവരെല്ലാം കാശുണ്ടാക്കുന്നുണ്ട്. അവരൊക്കെ സെയിൽസ് നടത്തുന്നുണ്ട്. അത് കണ്ണൂരിൽ നിന്ന് വന്ന് പഠിച്ചിട്ടുണ്ട്, പത്തനംതിട്ടയിൽ നിന്ന് വന്ന് പഠിച്ചിട്ടുണ്ട്, അതുപോലുള്ള പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു ശിക്ഷ സമ്പത്ത് നമുക്കുണ്ടായിട്ടുണ്ട്. ഇവിടെ ചെറിയ കാരണത്തിരുന്ന നെറ്റിപ്പട്ടം പോലെ 6 അടി നെറ്റിപ്പട്ടം, അതായത് ആനയ്ക്ക് ചേർക്കുന്ന ആ വലിപ്പത്തിലുള്ള നെറ്റിപ്പട്ടം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. പല വലിപ്പത്തിന് 1 അടിയുണ്ട്, 1.5 അടിയുണ്ട്, 2 അടി, 2.5 അടി, 3 അടി, 3.5 അടി, 4, 4.5 അടി, 5, 5.5 അടി, 6 അടി, ഇത്രയും വലിപ്പത്തിലുണ്ടാക്കുന്നുണ്ട്. അതിന് പുറമെ നെറ്റിപ്പട്ടത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ തിടമ്പ് ഉണ്ടാക്കുന്നുണ്ട്.
ആ തിടമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോലം, ഇവിടെ അറിയപ്പെടുന്ന കോലം എന്നാണ് തിടമ്പ്. അതിനോടൊപ്പം തന്നെ അതിനകത്ത് ആലവട്ടം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, ഫുൾ സെറ്റായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഫുൾ സെറ്റാണ് നമ്മൾ 9 അടിയുള്ള നെറ്റിപ്പട്ടം നമ്മൾ ദുബായിലെ ഇൻഫോസിസിൻ്റെ ഓഫീസിൽ ഇട്ടിട്ടുള്ളത്. അത് പല സ്ഥലത്തിലേക്കും നമ്മൾ ആ രീതിയിലുള്ള ഫുൾ സെറ്റായിട്ട് നെറ്റിപ്പട്ടം കൊടുത്തിട്ടുണ്ട്. സിൽവർ വിത്ത് ഗോൾഡ് മാത്രമായിട്ടുള്ളത്, അങ്ങനെ പല വെറൈറ്റീസ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാം പുറമെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ആനയ്ക്കുള്ള ഒറിജിനൽ നെറ്റിപ്പട്ടത്തിൻ്റെ അതേ രീതിയിൽ തന്നെയുള്ള നെറ്റിപ്പട്ടം നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ആനയുടെ ഒരു നെറ്റിപ്പട്ടത്തിൻ്റെ വില ഏകദേശം 2 ലക്ഷം രൂപ എടുത്ത് വില വരുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെയുള്ള സാധനം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഒരു 12,000 രൂപ റേഞ്ചിലുള്ള നമുക്കിവിടെ ചെയ്യാൻ പറ്റും. അത് കണ്ടാൽ തിരിച്ചറിയത്തില്ല, അതിൻ്റെ വെയിറ്റ് കൊണ്ട് മാത്രമേ അറിയാൻ പറ്റും. നമ്മളുണ്ടാക്കുന്നത് കംപ്ലീറ്റ് ഈ ഫാൻസിക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാകുന്ന നെറ്റിപ്പട്ടമാണ്. ഏതാണ്ട് അതിനകത്ത് ഫൈബറാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട്. ഇതിനകത്ത് ഒരു കെട്ടുകൾ മാത്രമേ ഉള്ളൂ, കെട്ടുകളും ഒട്ടിപ്പയും മാത്രമേ ഉള്ളൂ, അല്ലാതെ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. തയ്ക്കുന്ന പരിപാടിയൊന്നുമില്ല, എല്ലാം കെട്ടുകൾ മാത്രമേ ഉള്ളൂ, കെട്ടുകൾ മാത്രം. അതുപോലെ തന്നെ ഒട്ടിപ്പാണ് ഒട്ടിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഈ 6 അടി നെറ്റിപ്പട്ടം നമ്മൾ കാനയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന നെറ്റിപ്പട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഇതിന് വെയിറ്റ് കൊണ്ട് മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. മറ്റേതിനകത്ത് വലിയ വെയിറ്റ് ആയിരിക്കും. അത് പിന്നെ പിത്തളയ്ക്കകത്ത് ഗോൾഡ് പ്ലേറ്റിംഗ് ആണ്. നമ്മളുണ്ടാക്കുന്നത് നമ്മുടെ ഫൈബറിനകത്താണ്, കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. നെറ്റിപ്പട്ടം ആൾ ഓവർ വേൾഡിൽ എല്ലായിടത്തും കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ DTDC എന്ന് പറയുന്ന ഒരു കൊറിയർ കമ്പനിയായിട്ട് നമ്മളൊരു അലയൻസ് ഉണ്ട്. അപ്പോൾ കേരളത്തിലെ വേൾഡിൽ എവിടെ വേണമെങ്കിലും അവരുമായിട്ട് നമുക്ക് ലിങ്കുകളുണ്ട്. നമുക്ക് സാധനം വളരെ പെർഫെക്റ്റായിട്ട് നമുക്ക് സാധനം അവിടെ സ്പോട്ടിലെത്തിക്കാൻ പറ്റും. പിന്നെ ഒരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ആ ഡാമേജ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കമ്പനി നമ്മൾ ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ തന്നെ DTDC അതിന് ഉത്തരവാദിത്തം പറഞ്ഞിട്ടുണ്ട്. കടയുടെ പേര് എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ക്രാഫ്റ്റ്സ് എന്നാണ്. ഗോൾഡൻ ക്രാഫ്റ്റ്സ് അത് നമ്മൾ ഫേസ്ബുക്കിനകത്ത് ഉണ്ട്, അതുപോലെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, അതുപോലെ ആ രീതിയിൽ നമുക്ക് സെയിലുണ്ട്. ഓൺലൈനിൽ ആൾക്കാർ ഒരുപാട് പേര് ഓർഡർ വരുന്നുണ്ട്. പിന്നെ ഓൺലൈനിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റിപ്പട്ടം പഠിപ്പിക്കാനും പറ്റും. പക്ഷേ ഇത് പഠിപ്പിച്ച് തുടങ്ങിയിട്ടില്ല, പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ വന്ന് പഠിക്കുന്നതാണ് ആൾക്കാർ ചെയ്തിട്ടുള്ളത്. ഓൺലൈനിൽ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം അതിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടില്ല. അപ്പോൾ അതങ്ങനെ പല പാർട്ടികളും ഓൺലൈനിൽ പഠിച്ചിട്ട് യൂട്യൂബിൽ പഠിച്ചതിന് ശേഷം പറ്റാഞ്ഞിട്ട് നമ്മളിവിടെ വന്ന് പഠിച്ച ആൾക്കാർ ഒരുപാട് പേരുണ്ട്. നെറ്റിപ്പട്ടം ഫാൻസി നെറ്റിപ്പട്ടമാണെങ്കിലും അതിന് പിന്നെ പൂജാമുറിയിലൊക്കെ വയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വ്രതമൊക്കെ എടുത്തിട്ട് വളരെ ഇതായിട്ട് ജെന്യുനായിട്ടാണ് ഉണ്ടാക്കുന്നത്. വ്രതം എടുത്ത് അതുപോലെ തന്നെ അത് ദൂഷണയില ഇട്ട് വിളക്ക് കൊളുത്തി, അപ്പോൾ അതിന് വ്രതം ഇരുന്നിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ആ സാധനത്തിനെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ശാസ്ത്രീയത ഉള്ളത്, ഇതിനകത്ത് ത്രിമൂർത്തികൾ, ഗണപതി, സൂര്യൻ, ചന്ദ്രൻ, അതുപോലെ തന്നെ ബാക്കി ഭൂതഗണങ്ങൾ, അങ്ങനെ ഒരുപാട് ഹിന്ദുക്കളുടെ ആചാരത്തിനനുസരിച്ചുള്ള സാധനമുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നെറ്റിപ്പട്ടം പണ്ടൊക്കെ ഫാൻസി ആണെങ്കിൽ ഇന്നിപ്പം ഈ നെറ്റിപ്പട്ടം ആൾക്കാർ വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ സമാധാനം, വീട്ടിൽ സമാധാനം ഉണ്ടാകാൻ, ഐശ്വര്യത്തിന് വേണ്ടിയിട്ട്, ധനസമ്പത്തിന് വേണ്ടിയിട്ടൊക്കെ അങ്ങനെ കണക്കൂട്ടിയിട്ട് ആൾക്കാർ ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് ഈ കളർ തന്നെയാണ്. തുളസി ചെമ്പരത്തി എന്നുള്ള കൺസെപ്റ്റാണ് ഈ കളർ തന്നെ മെയിനായിട്ടുള്ളത്. നെറ്റിപ്പട്ടം നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അടുത്ത് നമുക്ക് പറയാനുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റിപ്പട്ട നിർമ്മാണത്തിനകത്ത് നാളെ ഇറങ്ങുന്നവർ ഇതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മെയിനായിട്ട് വേണ്ടത് 3 കാര്യങ്ങളാണ്. 1 ക്ഷമ, 2 ക്ഷമ, 3 ക്ഷമ. ഈ 3 കാര്യങ്ങളാണ് ഇതിന് വേണ്ടുന്നത്. ക്ഷമ എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ആവശ്യമാണ്. ക്ഷമയോടുകൂടി ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുക. ക്ഷമ എന്ന് പറഞ്ഞാൽ കാരണം ഇത് കുറച്ച് നേരം നമ്മൾ ഇതിനകത്ത് മെനക്കെട്ടിരിക്കുമ്പോൾ നമ്മൾ മാനസികമായിട്ട് മടുപ്പ് വരും. അപ്പോൾ അത് ക്ഷമ എന്ന് പറയുന്ന സാധനം ഇത് ചെറിയൊരു കാര്യമല്ല. ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. മെയിനായിട്ട് വേണ്ടുന്നത് ക്ഷമ തന്നെയാണ്. എല്ലാവരെയും നമ്മൾ ഇതിനകത്തോട്ട് സ്വാഗതം ചെയ്യുന്നുണ്ട്. കാരണം അത് നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. മാത്രമല്ല മനസ്സിന് ഇതിനകത്ത് ഒരു ക്രിയേറ്റിവിറ്റി ഉള്ളവർക്ക് മനസ്സിന് സമാധാനം കിട്ടുന്ന സംഭവമാണ്. ആൾക്കാർ ഒരുപാട് പേര് ഈ ഇപ്പം സീരിയലിനകത്തൊക്കെ ഇതിൻ്റെ ഫോട്ടോകൾ കാണുകയും ഏത് സീരിയലിലാന്ന് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് നെറ്റിപ്പട്ടത്തിൻ്റെ ഫോട്ടോ കാണുകയും ചെയ്യും. അപ്പോൾ ആൾക്കാർ ഒരുപാട് ഓവർ വേൾഡിൽ ഇതിൻ്റെ വോളിയം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത് ഗുരുവായൂർ ചെന്ന് കഴിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് എത്രത്തോളമാണ് ഇതിൻ്റെ സെയിൽസിൻ്റെ വോളിയം എന്നാണ്. അതുപോലെ എല്ലാ ഹിന്ദുക്കളുടെ വീടുകളിലും ഇത് ഒരു പ്രയോറിറ്റി കാണുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഹിന്ദുക്കൾ മാറിയതിന് ശേഷം മുസ്ലിംസിൻ്റെ ആയാലും ക്രിസ്ത്യൻസിൻ്റെ ആയാലും മുസ്ലിംസിൻ്റെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിനകത്തൊരു മതചിഹ്നം ഉണ്ടെന്നുള്ള രീതിയൊക്കെ മാറ്റിയതിന് ശേഷം അവിടെ നമ്മളിപ്പം പിന്നെ മസ്ജിദിൻ്റെ പടം വയ്ക്കുക, അതുപോലെ മക്ക മദീനയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് പിന്നെ ആ രീതിയിലൊക്കെ ചെയ്തവരുണ്ട്. അതുപോലെ ക്രിസ്ത്യൻസിന് പിന്നെ യേശു ക്രിസ്തുവിൻ്റെ പടം വയ്ക്കുകയും മാതാവിൻ്റെ പടം വെച്ചൊക്കെ ചെയ്യുന്ന ആ ഫോട്ടോകളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൾ ഓവർ വേൾഡിൽ മിക്കവാറും ഒരു 90% ആൾക്കാർക്ക് ഇതിനകത്ത് ഭയങ്കര ഒരു ക്രേസ് ഉള്ള ആൾക്കാരാണ്. ഇത് കമ്പമാണ് വീട്ടിൽ വയ്ക്കണമെന്ന് വലിയ താല്പര്യമുള്ള ആൾക്കാരാണ്. ഇത് ചെറുകുത്തിന്ന് കുന്നംകുളത്തേക്ക് പോകുന്ന വഴിക്ക് ഒരു 100 മീറ്റർ മാറിയാണ് നമ്മുടെ ഈ ഇതുള്ളത്.
അതിനകത്ത് ആർക്കെങ്കിലും ഈ പറഞ്ഞ കണക്ക് സാധനം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടോ പഠിക്കുന്നതിന് വേണ്ടിയിട്ടോ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്രസ്സുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നമ്മളെ ബന്ധപ്പെടാം. ഏത് സമയത്ത് വേണമെങ്കിലും ബന്ധപ്പെടാം. ഏത് ഇതിൻ്റെ മാനുഫാക്ചറിങ്ങിനോ അല്ലെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് മാർക്കറ്റിങ്ങിനോ താല്പര്യപൂർവ്വം ബന്ധപ്പെടുകയാണെങ്കിൽ നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നതായിരിക്കും. അതിന് സമയമോ കാര്യങ്ങളൊന്നുമില്ല. പറയുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് അറിവ് അതുപോലെ തന്നെ പകർന്നു കൊടുക്കുന്നതായിരിക്കും. ഒരുപാട് പേര് നമ്മളിവിടെ നിന്ന് പഠിച്ചിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവർക്കും അതുപോലെ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മളെ ബന്ധപ്പെടാവുന്നതാണ്.